അരവയറാഹാരം നേടുവാനെന്നുമീ ഒരിവയിലെത്തന്ന് കരിഞ്ഞവർ ഇണയവളാരംന്നോ തുണയവരാരംന്നോ ഉഴറി വീതിയിൽ പാഞ്ഞവർ സത്യമനശ്വരം ചൊല്ലിപ്പഠിപ്പിച്ചും മുക്തിക്കു മുൻപിൽ തടഞ്ഞവരെ ശക്തിക്കു വേണ്ടി പൊരുതുവാനോദിയ ചിത്തം തകർത്തൊരു ചിന്തകരെ പകലവൻ മായുമ്പോൾ പതിവായിരുളിൻ്റെ മറചൂടിയറിയാതുറങ്ങിയോ ഞാൻ പടിവാതിലില്ലാത്തൊരു ഇടയൻ്റെ കുടിലിതിൻ പിരിയാത്ത ബന്ധമാണെൻ്റെ സ്വന്തം നിണമേകി നിറമാർന്ന കൂറകൾ പാറിച്ച് നവജാത നേതാക്കൾ എങ്ങുപോയി ദ്വൈതം മനസ്സിലും അദ്വൈതം പാടിയും ചിത്തം മരിച്ചവരെങ്ങുപോയി പകരുന്നോരീ ജനം ഉണർവിൻ്റെ നാളിനായി ചിരകാലമായി തിരഞ്ഞിടുമ്പോൾ പകരുന്ന തത്വങ്ങൾ അർത്ഥസത്യങ്ങളായി തുടരുന്നു നിത്യം വ്യവസ്ഥിതി. അബി, എടാ അബി, ഈ ചെറുക്കൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഓ, ഈ ചെറുക്കനെ കൊണ്ട് തോറ്റു. അബി, എടാ അബി, എഴുന്നേക്ക്, എനിക്ക് പോണം. അമ്മ പൊക്കോ, ഞാൻ കുറച്ചാൾ കിടക്കട്ടെ. ആഹാ, അപ്പൊ നീ ഇന്നും പണിക്ക് പോണില്ലേ? എന്താ, ഞാൻ എനിക്ക് ക്ഷീണം പോലെ. എന്തടാ, ഇന്നലെ നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? നിനക്ക് വല്ല വയ്യായികയുണ്ടോ? പോത്തുപോലെ വളർന്നല്ലോടാ. എന്നതിന് ഉത്തരവാദിത്തം ചുമതലയൊക്കെ നിനക്കുണ്ടാവണേ. അമ്മ പോ, ഞാൻ കുറച്ചവിടെ കിടക്കട്ടെ. അബി, ഡാ അബിയേ, ചേച്ചി അബി എന്തിയേ? എവിടുന്ന്? അവരെ എഴുന്നേറ്റിട്ട് പോലുമില്ല. അബി, ദേ അർജുൻ വിളിക്കുന്നു. ഇന്നെവിടെയാ പണി? ആ ടൗണിലാന്നേ. ആ, എടാ നീ ഇന്ന് വരുന്നില്ലേ? ഞാനില്ല, എനിക്കൊരു ശരീരവേദനയാ. ഇവിടുത്തെ ആവശ്യത്തിന് അമ്മ ജോലിക്ക് പോകുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്ന് ഒരാൾ പോയാൽ പോരെ? എടാ എന്റെ വീട്ടിൽ ജോലിക്ക് പോവാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പോവാ. എടാ മിനിയേ, ഇറങ്ങാറായോ? ആ ചേച്ചി, ഞാനിപ്പോ വരാം. ഡാ, ചോറും കൂട്ടാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദോശയും ചായയും മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ചൂടാറുന്നതിന് മുമ്പ് കഴിക്ക്. പോവാ. എടി, നീ അവനെ കളയുന്നത്? എനിക്ക് അവനല്ലാതെ ആരാ ചേച്ചിയുള്ളത്? അവൻ ചെറിയ പ്രായമല്ലേ. ഒരു കല്യാണം കഴിയുമ്പോ നന്നായിക്കോളും. ഉവ്വ, ഇങ്ങനെയാണല്ലോ നിന്റെ കാര്യവും. എന്നിട്ട് ആരാ നന്നായത്? നിന്റെ കെട്ടിയവൻ പോയ കാലത്ത് നിനക്കൊരു കല്യാണം കഴിക്കായിരുന്നു. അവനിപ്പം പോയി ഏതേലും പെണ്ണിന്റെ കൂടെ പൊറുക്കുമായിരിക്കും. എന്തേലും ചെയ്യട്ടെ, എനിക്ക് എന്റെ മോൻ മതി, അവന് ഞാനും.
സുമേ, ഒരാള് വിട്ടുപോകുന്നത് കണ്ടോ? അതാ ബേബി ചേട്ടനല്ലേ? എന്റെ സുമേ, ഈ മിനിയുമായിട്ട് ആൾക്കെന്തോ കണക്ഷൻ ഉണ്ടെന്നേ. എന്റെ പുള്ളിക്കാരൻ ഇടപെടി വെച്ച് കണ്ടതാന്നേ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിൽക്കുന്നത്. ആണോ? വെച്ച് അങ്ങോട്ട് മാറി നിന്നാ തൊട്ടി ഇങ്ങന്ന് എന്നിട്ട് ഗുണഗുണ പറ. അതെന്ത് വർത്താനമാണ് ചേച്ചിയാ പറഞ്ഞത്? അതിന് നിന്നോട് ഞാൻ എന്നാ പറഞ്ഞെന്നാ? ഞാൻ ഇവളോടല്ലേ മാറി നിൽക്കാൻ പറഞ്ഞത്? സരസുവേ, നീ ആ ചിട്ടി പൈസ തന്നില്ലല്ലോ. അയ്യോ ചേച്ചി, അത് നാളെ തരാൻ ചേച്ചി. ആ ശരി. പിന്നെ ചിട്ടിക്കാശോട് ഞാൻ നാട് വിടാൻ പോകുമല്ലേ. കൂടെ ഒരു സുന്ദരി കോതയും. കളക്ടറേറ്റിലാ ജോലി എന്നാ വിചാരം. എടി, ഇല്ലിക്കലെ പേരമ്മയ്ക്ക് 2 ദിവസം ഒരു വയ്യാഴിക. ഞാൻ അവിടം വരെ പോയിട്ട് വരാം. ആഹാ, ഇതിനാണ് വീട്ടിൽ നിന്ന് എന്നെ കൂട്ടി പോന്നെ. ഞാൻ ഓർത്ത് അവിടം വരെ കാണുമെന്ന്. എന്നാ ശരി. അവിടെ ഇവിടെ നോക്കാതെ ഇങ്ങോട്ട് നോക്കിയെടുക്കടാ. ജോസേ, ഒരു സിഗരറ്റ് ഇങ്ങനെ. എന്തുവാടാ ഇത്? ഏത് സമയം നോക്കിയാലും ഈ കളി ഇരിപ്പ് മാത്രമേ ഉള്ളൂ. എന്തുവാ ചാൻ ഈ കളി അറിയാൻ വയ്യാത്തോണ്ടാ. ഇതെല്ലാം ബുദ്ധിമാന്മാർക്ക് പറഞ്ഞിട്ടുള്ള കളിയാ. ഭയങ്കര ബുദ്ധിമാന്മാരാ ചായത്. ആഹാ, ഇന്ന് ഒറ്റയ്ക്കുള്ളൂ. എപ്പോഴും ആരെങ്കിലും കൂട്ടത്തിൽ കാണുന്നതാണല്ലോ. ഞാൻ ഇന്നാളൊരു കാര്യം പറഞ്ഞില്ലേ? എന്താ മിനിയുടെ തീരുമാനം? എന്ത് തീരുമാനം? ഇപ്പൊ പിന്നെ ഞാനും ഒറ്റയ്ക്ക, മിനിയും ഒറ്റയ്ക്ക. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നതിൽ എന്താ തെറ്റ്? പിന്നെ മകന് കല്യാണപ്രായേ, അപ്പോഴേ എനിക്കിനി കല്യാണം. ഇപ്പോഴത്തെ കാലത്തെ ഇതൊന്നും ഒരു പ്രായമേ അല്ല.
പുതിയ കണക്കൊക്കെ അനുസരിച്ച് പറയുമ്പോഴേ നമ്മൾ രണ്ട് യുവാക്കളാ. അങ്ങനെയാണെങ്കിലേ ഈ യുവാവ് വേറെ ആളെ നോക്ക്. എനിക്ക് താല്പര്യമില്ല, എന്നെ വെറുതെ വിട്ടേക്ക്. അങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് തീരുമാനിക്കാതെ ഒന്നുകൂടെയൊക്കെ ഒന്ന് ആലോചിക്കുക. അയ്യോ, കടവാത് കുറേ അമ്മ വായി നോക്കി നിപ്പുണ്ട്. ഞാൻ വിട്ടേക്കുവോ? അപ്പൊ തീരുമാനം പറയണേ. ആ, മിനി വരുന്നുണ്ടല്ലോ. ദേവിച്ചേട്ടൻ സ്കൂട്ടർ പോയപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? ആ, മിനി ഇന്ന് താമസിച്ചല്ലോ. ഓ, സമയമൊന്നും നോക്കിയില്ല ചേട്ടാ. ജോസേട്ടാ, ഒരു 100 രൂപ ചേഞ്ച് തരുമോ? ആ, നോക്കട്ടെ. ചായ കുടിച്ചോ? ഇന്ന് ചായ കുടിച്ചോ? ബേബിച്ചൻ ചുമ്മാ ഒലിപ്പിച്ചോണ്ട് നടക്കുക. ബാസിയുടെ കയ്യിലാവള്. പിന്നല്ല. ഡൗവേ, എന്റെ കടയുടെ മുന്നിൽ നിന്ന് പോക്കെടുത്ത പറയില്ലേ കേട്ടോ. അത് ഞങ്ങളെല്ലാം പോക്കത്തിനും പറഞ്ഞായി പറയുന്നേ. ബേബിച്ചേട്ടന് കൊണ്ട് എന്താ മിനി, ഇന്നും നീ വൈകിയാണല്ലോ വന്നേ? അത് പിന്നെ ബാസിച്ചേട്ടൻ പോരുന്ന പോലെ രാവിലെ എനിക്ക് മുണ്ടിട്ടിട്ടൊക്കെ പോന്നാ മതിയോ? എന്നാ പിന്നെ നാളെ തൊട്ട് ഞാൻ സാരി ഉടുത്തു വരാടി, നിന്നെ പോലെ തന്നെ. അതല്ല പറഞ്ഞേ, എനിക്ക് വീട്ടിലെ പണിയൊക്കെ ഒതുക്കി വെക്കണ്ടേ. ആ ചെറുക്കനാണെങ്കിൽ പോയിട്ടില്ല, ഇന്നും അവിടെ ഉണ്ട്. അവന് നല്ല പെട കിട്ടാത്തതിൻ്റെ. നീ വേഗം തുണി മാറിഞ്ഞു വാ. ഓ എന്റെ ചേട്ടാ, ഓരോരുത്തരന്മാരെ കൊണ്ട് വലിയ ശല്യ. എന്നാടി കൊച്ചേ? ആ ബേബിച്ചനില്ലേ, അയാൾക്കെന്നെ കെട്ടണം പോലും ഈ വയസ്സാം കാലത്ത്. ആ എടി പെണ്ണേ, നിന്നെ കണ്ട അധികം പ്രായമൊന്നും തോന്നിക്കില്ലെന്നേ. ഒന്ന് പോ ചേട്ടാ, അതൊന്നും കെട്ടാനൊന്നും അല്ലെന്നേ, സൂക്കേട് വേറെ. കെട്ടാനില്ലാത്തോണ്ടേ ഞാനെന്തോ മതം പൊട്ടിയിരിക്കുന്ന ഇവന്മാരുടെ വിചാരം. അതെനിക്കും നിന്നെ കാണുമ്പോ തോന്നാറുണ്ട്. ബാസിച്ചേട്ടോ, എടി ബേബി അത്ര വെടിപ്പല്ലെന്നാണ് ആളുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. അതെനിക്കറിയാം ചേട്ടാ. ഓ, ഇനി ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാ മതി. ജോസേ, ആ ഭാസി ഇതിലെ എങ്ങാനും വന്നിരുന്നു? ഇല്ല. എന്നാ മെമ്പറേ? ഇന്നലെ വൈകുന്നേരം മുതൽ ഭാസിയെ കാണാനില്ല. ഭാസിയെ മാത്രമല്ല, അവിടെ ജോലി ചെയ്യുന്ന മിനിയെയും കാണുന്നില്ല. ആണോ? ഓ, ഇന്നലെ ഞാൻ പറഞ്ഞപ്പോ എന്നാ പുകിലായിരുന്നു. എന്നെ അങ്ങ് തല്ലി കൊല്ലാൻ വരുമായിരുന്നു. ചെക്ക്. ഏതായാലും അവൻ താമസിക്കുന്നിടത്ത് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. വന്നേടാ, നമുക്ക് അവിടെ വരെ പോയി നോക്കാം. ഞാനാണ് ഇച്ചിരി നേരത്തെ. ആ, നോക്കട്ടെ. മിനിയുടെ മറ്റവനല്ലേ അത്? അതെയാ, അവനാണല്ലോ. അറിഞ്ഞില്ലേ, ആ ബാസി മിനിയെ കൊണ്ടങ്ങ് പോയി. വെറുതെ ഒലിപ്പിച്ച് നടന്നത് മിച്ചം. എന്തൊക്കെയായിരുന്നു
നേരാണോ ജോസിയുടെ ഈ പറയുന്നതൊക്കെ? ആ എന്നൊക്കെ പറയുന്നു. നിക്കേ, ഞാൻ ഇവിടെ വരാം. കടയൊന്ന് അടച്ചോട്ടെ. എന്താ പെട്ടെന്നാട്ടെ, വാ പെട്ടെന്നാട്ടെ. വല്ല വിവരവും കിട്ടിയോ? എന്നാലും എന്റെ സരസു, ഇത്ര നാൾ ഒരുമിച്ച് നടന്നിട്ട് അവൾ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ. എടാ അബി, കരയാതെടാ. അത് ചേച്ചി, മനുഷ്യന്റെ മനസ്സിപ്പോൾ ആർക്കെങ്കിലും പിടികിട്ടുമോ? അതെ, മനുഷ്യന്റെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അവളും ചെറുപ്പമല്ലേ. ഈ ചെറുക്കൻ 5-6 വയസ്സുള്ളപ്പോൾ അയാൾ ഇട്ടേച്ച് പോയതല്ലേ. ഓ പിന്നെ, എൻ്റെ രണ്ടാമത്തെ കൊച്ചിന് 1 വയസ്സുള്ളപ്പോൾ എൻ്റെ ഭർത്താവ് ഇട്ടിട്ട് പോയതാ. ഞാൻ ആരുടെയും കൂടെ പോയൊന്നുമില്ലല്ലോ. സരസുവേ, എന്നെ കൊണ്ട് അധികമൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. എനിക്കറിയാം എല്ലാവരെയും. നിങ്ങൾ ഇനി അത് പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട. എടി, നിനക്ക് അകത്ത് കയറി കത്തോ വല്ലതും ഉണ്ടോ നോക്കാൻ മേലായിരുന്നു. ഇവിടെ വായി നോക്കി നിൽക്കാതെ ആളെങ്ങാനും വെച്ച്. അവൻ ഹൈറേഞ്ചിലെങ്ങാണ്ട് പോയേക്കോന്ന് കേൾക്കുന്നത്. അവന്റെ വാസിയുടെ ബന്ധുക്കളല്ല അവിടെ അല്ലേ? അങ്ങനെയൊക്കെയാ പറയുന്നത്. അതേറിയാം. ആ അതെ. വാ വാച്ചാ. എന്താടാ, വല്ല വിവരം കിട്ടിയോ? നമ്മുടെ മെമ്പറിങ് എത്തിയില്ലേ? മെമ്പർ ബാസി താമസിക്കുന്ന വീട് പോയേക്കുക. ഇപ്പൊ ഇങ്ങനെ വരുന്നേ. എടി, നീ വീട്ടിലേക്ക് ചെല്ല്, പിള്ളേർക്ക് പോകാൻ സമയമായി. ഞാൻ പോട്ടേടി. അവൻ അവളുമായിട്ട് പോയത് തന്നെയാ. ഇപ്പൊ ഞാനവിടെ പോയിട്ട് വരുവാ. ഭാസി അവിടെ ഇല്ല, അയാളുടെ റൂം അടഞ്ഞു കിടക്കുക. അതാ ഞാൻ പറഞ്ഞത്, അവൻ ഹൈറേഞ്ചിലെങ്ങാണ്ട് പോയേക്കുവാന്ന്. അതാണ്. നിനക്ക് ഉറപ്പാണോ അത്? ആ ഉറപ്പ്. ആ മെമ്പർ പയ്യനായിട്ട് പോയി ചോദിക്കും. എന്തായാലും ഒരു മിസ്സിംഗ് കേസ് അല്ലേ, നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്തേക്കാം. പരാതി കൊടുക്കാം. എന്റെ മെമ്പർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൻ ആ കൂടി വിഷമിച്ചിരിക്കുക. അവനോട് ഒന്നും ചോദിക്കാനൊന്നും പോകണം. നീ ഇവരെ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട, നമുക്ക് അന്വേഷിക്കാം. എന്താണ് ഇത്ര ആൾക്കൂട്ടം? ചേച്ചി എവിടെ പോയൊന്നും പറയാതെ ഫോൺ വിളിച്ചിട്ടാണ് സ്വിച്ച് ഓഫും. ഒന്നും പറയണ്ട മോനെ. അല്ല, എന്താ ഇവിടെ ഒരാൾക്കൂട്ടം? എന്താ നിന്റെ ഉദ്ദേശം? എന്താണ് എൻ്റെ ഉദ്ദേശം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല? എന്താടാ മോനെ, എന്താ ഇവിടെ ഒരാൾക്കൂട്ടം? അമ്മയ്ക്കൊന്നും അറിയത്തില്ലല്ലേ, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്താടാ? എടി, നീയും ഭാസിയും കൂടെ ഇന്നലെ ഒളിച്ചോടിയതാണ് നാട്ടുകാരുടെ ഇടയിലെ സംസാരം. ഏത് മഹാബാബി അടി ഇത് പറഞ്ഞുണ്ടാക്കിയത്? ഇന്നലെ വൈകുന്നേരം ഓട്ടോക്കാരൻ വന്ന് പറഞ്ഞ് ചേട്ടനെ വണ്ടി ഇടിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെന്ന്. അതായത് ഇവന്റെ അപ്പനെ. വണ്ടി ഇടിച്ച സ്ഥലത്ത് പറഞ്ഞതേ എന്റെ പേരും അഡ്രസ്സും. ആ അഡ്രസ്സ് തപ്പിയ ഓട്ടോക്കാരൻ ഞാൻ ജോലി ചെയ്യണ സ്ഥലത്ത് വന്നത്. വിവരം പറഞ്ഞേ ബാസിച്ചേട്ടൻ കൂടെ പോന്ന് പണ്ടാരടങ്ങാൻ. ആ സമയത്താണെങ്കിൽ ഫോണും സ്വിച്ച് ഓഫായി. ഒരു തന്നെ നമ്പർ കാണാതെ അറിയില്ലായിരുന്നു.
വിടറ തന്നെ. എന്തിനാ ഇപ്പൊ ഇങ്ങനെ വന്നേ? ഇത്ര നാൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി അങ്ങനെ മതി. ഒരു പെണ്ണ് ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് താമസിച്ച അവളെ കുറിച്ച് കഥകൾ പറയാൻ എന്ത് ഉത്സാഹം നാട്ടുകാർക്ക്. അവരവരുടെ വീട്ടിലെ പെണ്ണുങ്ങൾ എങ്ങനെ നടക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കാൻ നേരമില്ല. കരക്കാരുടെ കാര്യത്തിൽ ആദ്യം എന്റെ ഭർത്താവ് എന്നെ ഇട്ടേച്ചു പോയെങ്കിലും ഇന്ന് വരെ ഒരു പുരുഷന് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ അദ്ദേഹത്തിനുള്ളതാ. മിനി, കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഒരു തെറ്റിദ്ധാരണ പുറത്ത് സംഭവിച്ചതാ. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. പാടാ.